കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖല ഒരു കാട്ടാന രാവിലെ മുതൽ വലസുകയായിരുന്നു. ആ കാട്ടാനയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അതിനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ തീരുമാനമായി എന്ന് വാർത്ത വരുന്നുണ്ട്. ആനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനും സാധ്യത തെളിയുകയാണ്. ആനയുടെ താടിയിൽ പൊട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത്തിരി പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പരിക്ക് ഗുരുതരമാണെന്നാണ് ACF പറയുന്നത്. നമ്മളിപ്പോൾ ആനയെ പരിശോധിച്ചു. രാവിലെ മുതൽ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. ആനയുടെ താടിയെല്ല്, കീഴ്ത്താടിയെല്ല് പൂർണ്ണമായും പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർവൈവ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശവും ലഭിച്ചിരിക്കുന്നത് ആനയെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി പറ്റാവുന്ന ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, യഥാർത്ഥത്തിൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. എപ്പോഴാണ് സംഭവിക്കുക? SKN വെറ്റിനറി സർജൻ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ആനയെ മയക്കുപിടി വെക്കുക. ആ സംഘം ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നില്ല. അല്പസമയത്തിനകം വയനാട്ടിൽ നിന്നും ആ സംഘം ഇപ്പോൾ യാത്രയിലാണ്. അവരിവിടെ എത്തിച്ചേർന്നാൽ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മയക്കുപിടി വെക്കുന്ന നടപടിയിലേക്ക് കടക്കും. അതിൻ്റെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ആനയെ കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇതൊരു ജനവാസ മേഖലയാണെന്ന് നമുക്കറിയാം. ഏകദേശം ഒരു 8 മണിക്കൂറിന് മുകളിലായി രാവിലെ 6 മണി മുതൽ തന്നെ ഈ ആന ഇവിടെയുണ്ട്. നമുക്ക് ആനയുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. ഇപ്പോൾ നമുക്ക് കാണാം ആ കാട്ടാന വളരെ ശാന്തമായി ഇവിടെ ഒരു വീടിന് തൊട്ടു സമീപമുള്ള പറമ്പിലാണ് നിൽക്കുന്നത്. കുറേ നേരമായി അവിടെ അങ്ങനെ തന്നെ ശാന്തമായി നിൽക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായ ആനക്കുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അത് കാണാം. കീഴ്ത്താടിയെല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട് എന്ന് നേരത്തെ ACF പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും, കാരണം ഇന്നലെ രാത്രി 10 മണിക്കാണ് ആനയെ ഇതിന് സമീപമുള്ളൊരു കീഴ്പള്ളിയിൽ വെച്ച് ആദ്യം കാണുന്നത്. ആർളം ഫാമിൽ നിന്നും ഒറ്റപ്പെട്ട് പിന്നീട് ജനവാസ മേഖലയിലേക്ക് വന്നതാണ്. അങ്ങനെ പിന്നീട് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഈ കരിക്കോട്ടക്കരി ടൗണിലേക്ക് രാവിലെ എത്തിയത്. അതിനുശേഷം ഇവിടെയും ഈ രീതിയിലുള്ള രാവിലെ മുതൽ തന്നെ ഈ ജനവാസ മേഖലയിലെ വിവിധയിടങ്ങളിൽ ആയി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത് എങ്ങനെ ആന അതിജീവിക്കും എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വനം വകുപ്പിന് ആശങ്കയുണ്ട്. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അതിന് ചികിത്സ നൽകണം. ആ ചികിത്സ നൽകുന്നതിന് വേണ്ടി വയനാട്ടിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് കടക്കും. ഈ ആനയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ നേരത്തെ തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. ആറളം ഫാമിൽ നിന്നും ഈ കാട്ടാനകളെ കൂട്ടമായി തുരത്തുന്നതിൻ്റെ ഭാഗമായി അതിൽ പെട്ടൊരാനയാണിത്. ഇതൊരു കുട്ടിയാനയാണ്. 3 വയസ്സ് മാത്രം, ഏകദേശം 3 വയസ്സ് മാത്രമേ ഈ ആനക്ക് പ്രായമുള്ളൂ എന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ പറ്റിയ പരിക്ക് നേരത്തെ അതിൽ പഴക്കമുള്ള പരിക്കല്ല, ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ഉണ്ടായ പരിക്കാണ് എന്നതാണ് വനം വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം വയനാട്ടിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തും. അതിനുശേഷം ഇവരെ ഈ ആനയെ മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് പോകും. ഇവിടെ നിരവധി പേരുണ്ട്. ചേച്ചി, ആദ്യമായിട്ടാണോ നിങ്ങളുടെ ഈ പ്രദേശത്ത് ആന വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്? ആണോ? ആദ്യം കാണുന്നത്. അതെ, മുമ്പ് ഇവിടെ ആന ഇല്ല, വന്നിട്ടേ ഇല്ല. ആദ്യം കാണുന്ന അതല്ല ഇത്രയും ജനം വന്നേ. താഴേക്ക് വന്നിട്ടുണ്ടോന്നല്ലേ? താഴെ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യൻകുന്നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കരിക്കോട്ടക്കലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട് ആദ്യം വന്ന ആനയെ കാണാൻ വന്ന. അതെ, ഞങ്ങളുടെ വീടൊക്കെ ഇവിടെ അടുത്തല്ലേ. ടെൻഷൻ ഉണ്ടോ ആന ഇങ്ങനെ? ഒരു ടെൻഷനും ഇല്ല. ഇവിടെ അടുത്താ. ഇല്ല, ഇത് കോടങ്ങി പോകുന്നു. ഇത് കുട്ടിയാനയാണ്, അതുകൊണ്ട് പേടിയൊന്നുമില്ല. കാണേണ്ട ഒരു കൗതുകത്തിന് വന്നതാണ്. അതെ, ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പം കാടിറങ്ങിയ ആന വരുമ്പോൾ ഒരു ആശങ്കയുണ്ടോ? അങ്ങനെയില്ല. എന്തായാലും SKN ഇങ്ങനെ ആനയെ കാണുന്നതിന് വേണ്ടി ഇപ്പോൾ ആൾക്കാരൊക്കെ, അതായത് നിരവധി സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും അവർ ആശങ്കയില്ല എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ആനയാണ്, അപ്പോൾ അത് കാണുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ടൊക്കെ വന്നതാണ്. ഇതൊരു ജനവാസ മേഖലയാണ്. ഏകദേശം മണിക്കൂറുകളായി ഈ ആന ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് കടക്കും. വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തിക്കഴിഞ്ഞാൽ അത്തരം നടപടികളിലേക്ക് വേഗത്തിൽ തന്നെ കടക്കും. SKN പുറമെയാണ് നൽകിയത് വിവരങ്ങൾ.